ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പം നിങ്ങൾ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന സ്റ്റഡി വിത്ത് മ്യൂസിക്കിൻ്റെ പിന്നിലെ ആ ശബ്ദം എൻ്റേതാണ്. അപ്പം കൂടുതൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം, പ്ലേസ്, അതുപോലെ സ്കൂളൊക്കെയാണ്. അപ്പം അത് ഞാൻ ആദ്യം പറയാം. എൻ്റെ പേരെന്ന് പറഞ്ഞാൽ പാർവതി പണിക്കർ. ഞാൻ വരുന്നത്, എൻ്റെ പ്ലേസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആലപ്പുഴയാണ്. പക്ഷേ പ്രോപ്പർ സ്ഥലം പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള നങ്ങിയാറുളങ്ങര എന്ന് പറയുന്നൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പം എൻ്റെ സ്കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ SN ഹയർ സെക്കൻഡറി സ്കൂൾ, പള്ളിപ്പാട്. ഞാൻ കുറച്ച് ടെൻസ്ഡ് ആണ്, അതുകൊണ്ട് ഇത്ര സ്പീഡിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിനകത്തിലെ ID മാത്രമേ കാണത്തുള്ളൂ, അറ്റ് ഇന്ന പേരെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചിലതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാൻ സ്പെല്ലിംഗ് പറയാം അങ്ങനെയുള്ളതിൻ്റെ. അറ്റ് സൈയു എന്നാണോ, SAIUUU. +1 ഇനി അങ്ങോട്ടുള്ള ടൈം ടേബിൾ, പിന്നെ നിങ്ങൾ മാത്സ് പഠിച്ച രീതി. +1 ഞാൻ ഒരു ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഫ്ലൈൻ ട്യൂഷൻ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പം +1 ഭൂരിഭാഗവും ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചത്. ലാസ്റ്റ് ഒരു മോഡൽ എക്സാമിൻ്റെ സമയമായപ്പോഴാണ് ഞാൻ ട്യൂഷൻ നിർത്തുന്നത്. അതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് എനിക്ക് തലവേദന, പെട്ടെന്ന് എനിക്കൊരു പനിയൊക്കെ വന്നു, തലവിറക്കും, അങ്ങനെയുള്ള ചെറിയ ചെറിയ നടുവേദന, അങ്ങനെ എനിക്ക് കുറച്ച് സ്ട്രെസ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ട്യൂഷൻ നിർത്തിയത്. അത് കഴിഞ്ഞ് ഞാൻ എഡ്യൂപോർട്ടിൻ്റെ ഒരു ബൂസ്റ്റർ ബാച്ച് ചേർന്നു. അതിലും മാത്സ് നല്ലതായിരുന്നു. ട്യൂഷനിൽ ഞങ്ങൾക്ക് ചോദ്യമൊക്കെ ചോദിച്ചിട്ട് അടിയൊക്കെ ഉണ്ട്. അതുപോലെ ഇന്ന എക്സസൈസ് സോൾവ് ചെയ്യണം, അടിയൊക്കെ കിട്ടും. അതുകൊണ്ട് നമ്മൾ പേടിച്ച് പഠിക്കും. അതുപോലെ റിപ്പീറ്റ് എഴുതിക്കൊണ്ട് ചെല്ലാനുണ്ട്. തലേന്ന് പഠിപ്പിക്കുന്നത് പിറ്റേന്ന് 2-3 വട്ടം എഴുതി പഠിക്കണം ചെല്ലാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കും. പിന്നെ NCERT കൂടുതൽ എക്സസൈസ് സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്നൊരു ഗൈഡ് തന്നിട്ടുണ്ടായിരുന്നു. പൈസ കൊടുത്ത് വെച്ചാൽ ടീച്ചർ പറഞ്ഞ നല്ല ഗൈഡാണെന്ന് പറഞ്ഞു. ഗൈഡല്ല, ഒരു ക്വസ്റ്റ്യൻ ബാങ്ക്. അത് തന്നെ 2007 തൊട്ട് 2022 തോന്നുന്നു വരെയുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. അപ്പം അത് ഞങ്ങൾ സോൾവ് ചെയ്യണം. അപ്പം ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ആ ഗൈഡിലുണ്ട്. ഞാനത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നേരത്തെ വീഡിയോയ്ക്കകത്ത്. അപ്പം ഞാൻ അന്ന് തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യുമായിരുന്നു. പിന്നെ HSS ലൈവ് ഗുരു പോലുള്ള സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ സൈറ്റിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് മാത്സ്. കഴിഞ്ഞ വട്ടത്തെ എക്സാം അത്യാവശ്യം പാടുമായിരുന്നല്ലോ. അപ്പം മാത്സ് അങ്ങനെയാണ് പഠിച്ചത്. പിന്നെ അറ്റ് സ്റ്റഡി XO5YU. വാട്ട് ഈസ് യുവർ എയിം? എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ അംബിഷൻ അല്ല, എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം +2 അത്യാവശ്യം നല്ലൊരു മാർക്ക് മേടിക്കും. കഴിഞ്ഞ +1 ടോട്ടൽ 2 മാർക്കേ പോയുള്ളൂ. അപ്പം അതുകൊണ്ട് +2 അതുപോലെ നല്ലൊരു മാർക്ക് മേടിക്കണം. പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലും നല്ലൊരു കോഴ്സ്, നല്ലൊരു ഫീൽഡ്, ജോലിയില്ല, പഠിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ അറ്റ് സ്ട്രേഞ്ച് 441 ഹൗ ടു സ്റ്റഡി ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ ഓരോ സബ്ജക്റ്റിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓരോ ക്രിസ്മസ് എക്സാം, ഓണം എക്സാം ഒക്കെ വരുമ്പോഴൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി. ഡിസ്ട്രാക്ഷൻ ഇല്ലാതൊക്കെ പഠിക്കാനാണെങ്കിൽ ഫോൺ മാറ്റി വെക്കുക, അതാണ് മെയിൻ കാര്യം. ഫോണാണ് ഏറ്റവും വലിയ കുഴപ്പം. അറ്റ് പ്രാർത്ഥന 237 ചേച്ചിയുടെ ഞാൻ പറഞ്ഞല്ലോ, ഇനി +2 നല്ലൊരു മാർക്ക് മേടിക്കണം, അത് കഴിഞ്ഞ് നല്ലൊരു കോഴ്സ് സെലക്ട് ചെയ്യണം. അറ്റ് ഷബാന 4595 NCERT ഫിസിക്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്? ആക്ച്വലി നമുക്ക് NCERT ഫിസിക്സ് ആദ്യമേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ടെക്സ്റ്റ് NCERT അറിയാമല്ലോ, കുറച്ച് കടുകട്ടി ലാംഗ്വേജാണ്. അപ്പം ആദ്യമേ നമ്മളത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എക്സാമിനർ, എഡ്യൂപോർട്ട്, സൈലം, ഇഷ്ടംപോലെ ഉണ്ടല്ലോ പ്ലാറ്റ്ഫോമുകൾ, അവരുടെയൊക്കെ ക്ലാസ് കാണുക. ക്ലാസ് കണ്ടിട്ട് നമ്മൾ ആ കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. പിന്നെ ചില വാക്കുകൾ കട്ട് ചെയ്യാന്നേ ഉള്ളൂ. ആ വാക്കുകൾ അത്ര കട്ടിയുള്ള വാക്കുകളാണെങ്കിൽ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്താൽ മതി. അതൊന്ന് ഇങ്ങനെ ഫോട്ടോ പോലെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് അത്രയും ആ സെൻറ്റൻസ്, പാരഗ്രാഫിൻ്റെ വരെ മൊത്തം മലയാളത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലാംഗ്വേജ് കിട്ടും. അപ്പം അങ്ങനെ ചെയ്താലും മതി. കട്ടിയുള്ള വാക്കുകളൊക്കെ ആണെങ്കിൽ എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്താലും മതിയല്ലോ. അങ്ങനെ NCERT ഫിസിക്സ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഫിസിക്സ് ഒന്നും അത്ര ഈ വട്ടത്തെ ഫിസിക്സ് ഇച്ചിരി പാടാണ്. പക്ഷേ +1 ഫിസിക്സ് നല്ല ഈസി ആയി വെച്ച് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല, +2 വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ അച്ചാനിയ KSI/9774 അതെങ്ങനെ വായിക്കുന്നത് എനിക്കറിയത്തില്ല. സാനിയ അക്സി എന്നാണോ, സാനിയ KSI എന്നാണോ? സോറി, തെറ്റാണെങ്കിൽ സോറി കേട്ടോ. ഫേസ് റിവീൽ നമ്മളിപ്പോൾ ചെയ്തു. പിന്നെ ഹോളിഡേ സ്റ്റഡി വ്ളോഗ് ഇടാമോ? ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഇന്നലെ അത് തോന്നുന്നു അപ്ലോഡ് ചെയ്ത്, ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ അറ്റ് നിംന റസാഖ്, അങ്ങനെയാണോ പേര്? നിംന റസാഖ്. ആർ യു ഇൻ എനി ഓൺലൈൻ ബാച്ചസ് ഫോർ സ്റ്റഡിങ് നീറ്റ്? വിച്ച് ഇസ് ദ ബെസ്റ്റ് സൈലം ഓർ എക്സാമിനർ? സൈലം ഓർ എക്സാമിനർ എന്ന് അങ്ങനെ ബെസ്റ്റ് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല. കാരണം ഞാൻ 2ന്റെ ക്ലാസ്സസ് കാണാറുണ്ട്. ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് ക്ലാസ്സസാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ബെസ്റ്റ് എനിക്ക് സെലക്ട് ചെയ്യാൻ അറിയത്തില്ല. പിന്നെ ഓരോരുത്തർക്കും പഠിക്കുന്ന രീതി, ഓരോ ചാനൽസ് കാണുന്ന രീതി, മനസ്സിലാവുന്ന രീതി വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ബെസ്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ നീറ്റിൻ്റെ ബാച്ചിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഞാൻ എക്സാമിനറിൻ്റെ വേദ ബാച്ചിലുണ്ട് കേട്ടോ. അപ്പം വേദയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാസ്സസാണ്. പക്ഷെ ഞാൻ കണ്ടിട്ട് കുറേ നാളായി. ഇപ്പോൾ ഈ സ്കൂളാണേലും ഇടയ്ക്കിടയ്ക്ക് യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. യൂണിറ്റ് എക്സാംസ് ആയാലും ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പേഴ്സ് ആയാലും അതുപോലെ നമ്മുടെ ഇപ്പം ക്രിസ്മസ് എക്സാം കഴിഞ്ഞു, അതുപോലെ ഓണം എക്സാം ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള എക്സാമുകളൊക്കെ വരുന്ന സമയത്ത് ഞാനിത് കാണാറില്ല. അങ്ങനെ ഇപ്പോൾ ബാക്കിലോഗായി പെൻഡിങ്ങായി ഇഷ്ടംപോലെ പെൻഡിങ്ങുണ്ട് നീറ്റിൻ്റെ. അതുകൊണ്ട് ഞാനിപ്പം നീറ്റിൻ്റെ ബാച്ച് തൽക്കാലം സൈഡിലേക്ക് മാറ്റി വെച്ചേക്കുവാണ്. കാണാൻ സമയമില്ല. പിന്നെ സമയമില്ലെന്നല്ല, സമയം വിചാരിച്ചുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പം നീറ്റിന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡ് എക്സാം വെള്ളത്തിലാവും. അതുകൊണ്ട് ഞാൻ അതിപ്പോൾ നോക്കുന്നില്ല. അടുത്തത് സജീഷ് MR 2213 പബ്ലിക് എക്സാം സ്റ്റഡി പ്ലാൻ വേണം +1. പബ്ലിക് എക്സാം ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഓരോ സബ്ജക്റ്റിനെയും ബേസ് ചെയ്തും ചെയ്തിട്ടുണ്ട്, അല്ലാതെ ജനറലായിട്ട് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, എന്നിട്ട് താമസിയാതെ തന്നെ ഇടാം. ഞാനിപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ടൈം ടേബിളൊക്കെ അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ട്രൈപ്പോടെ വെച്ച് ഒരുപാട് നേരം ഈ സെയിം ഡെസ്കും അതുപോലെ ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്ക് കാണിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് മടുക്കും കണ്ടു കഴിയുമ്പോൾ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഫേസ് റിവീൽ ചെയ്തിട്ട് ഇതുപോലത്തെ ചെയ്യാം. പിന്നെ @പവിത്ര H2A എക്സാംസ് കുറച്ച് ടഫാക്കിയില്ലേ, ഇനി എന്താണ് സ്റ്റഡി പ്ലാൻ, ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്? I'm a +2 സ്റ്റുഡൻറ്റ്. എനിക്ക് എക്സാമിൻ്റെ ഇത് കണ്ടിട്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, എക്സാമിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ കണ്ടിട്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മളിനി ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റിൽ നിന്നാണ് കൂടുതലും കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാത്സ് ആയാലും വന്നത്, അതുപോലെ ഫിസിക്സ് ആയാലും വന്നത്, കെമിസ്ട്രി ആയാലും വന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ടെക്സ്റ്റ് ഇനിയും കൂടുതൽ വായിക്കണം. കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇത് ചെയ്യണം. PYQ ചെയ്യേണ്ടെന്നല്ല, PYQ ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ഇതെല്ലാം പഠിച്ചു തന്നിട്ട് PYQ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ PYQൻ്റെ ക്വസ്റ്റ്യനാണ് വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം എല്ലാം ചെയ്യണം. അതുപോലെ വർക്ക്ഷീറ്റൊക്കെ കിട്ടുന്ന ബാച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ വർക്ക്ഷീറ്റ് ഉണ്ട്, അതുപോലെ മോഡൽ എക്സാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ അതുൽ കൃഷ്ണ MS 9717 +1 എങ്ങനെ ഇനി പഠിച്ചാൽ 521 521 +1 അത്ര പാടല്ല ശരിക്കും. അതിപ്പോൾ +2 എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഇപ്പോൾ 10th നിന്ന് കയറിയ ഒരു ചൂടിൽ ഞാൻ വിചാരിച്ച +1 ആയിട്ടും പാടുന്ന, പക്ഷേ +2 ആണ് പാട്. +1 അത്ര പാടൊന്നുമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, 520 +1 വാങ്ങിക്കാൻ എളുപ്പമാണ്. +2 വന്നു കഴിയുമ്പോൾ ഡബിൾ വാല്യൂഷനൊക്കെ ഇല്ലേ. അപ്പോൾ +1 ഒരു ടീച്ചറെ നോക്കുന്നുള്ളൂ. നമ്മൾ ഏറ്റവും നന്നായിട്ട് എഴുതുന്നു, നമുക്ക് മാക്സിമം മാർക്ക് കിട്ടും. പക്ഷേ +2 വന്നു കഴിയുമ്പോൾ മൈന്യൂട്ട് മിസ്റ്റേക്ക് ആണെങ്കിലും 2-3 ടീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് മാർക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് പഠിച്ച് +1 തന്നെ നല്ല മാർക്ക് മേടിക്കുക. എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പാറ്റേൺ ഒക്കെ മാറിയോണ്ട് തന്നെ ടെക്സ്റ്റ് ബേസ് ചെയ്തായിരിക്കും ഏറ്റവും പഠിക്കുന്നത് നല്ലത്. കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ടെക്സ്റ്റ് വായിക്കുക, PYQ ചെയ്യുക, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ ദീപ്തി P 5539 പബ്ലിക് എക്സാം സ്റ്റഡി വിത്ത് മീ ചെയ്യൂ. നോക്കട്ടെ കേട്ടോ. ഞങ്ങൾക്കിപ്പം എന്തുവാ ഈ +2ലുള്ള ആളാണോ എനിക്കറിയത്തില്ല. അപ്പം ഞങ്ങൾക്കിപ്പം ഇത് വരുമല്ലേ, പ്രാക്ടിക്കലൊക്കെ വരുമല്ലേ, അതുകൊണ്ട് തന്നെ ചെയ്യാൻ നോക്കട്ടെ. സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെ ഫാത്തിമ ഫയസ് F6D +1 പബ്ലിക് എക്സാം സ്റ്റഡി സ്ട്രാറ്റജി ഫോർ ഫുൾ മാർക്സ്. ഹൗ ടു സ്റ്റഡി മാത്സ് ടു ഗെറ്റ് ഫുൾ മാർക്സ് ഇൻ കറന്റ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ്. മാത്സ് ടെക്സ്റ്റ് ചെയ്യുക, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക. ടെക്സ്റ്റിൽ നമ്മൾ ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ മാത്സിൽ കിടപ്പുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യണം. അതൊക്കെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഫിസിക്സ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി ടെക്സ്റ്റ് വായിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഏറ്റവും നല്ലത് ടെക്സ്റ്റ് വായിക്കുക. ഇംഗ്ലീഷിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇംഗ്ലീഷാണ് തോന്നുന്നു ടഫ്. അപ്പം ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, അരിച്ചു പറക്കി ഇംഗ്ലീഷ് വായിക്കുക. ആ മണ്ടൊക്കെ ഉള്ള ഇപ്പം ഓരോ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് മണ്ടൊക്കെ ഒരു 2-3 ലൈൻ റീഡ് ആൻഡ് നോട്ടോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു അതിൻ്റെ ഹെഡിങ്. അപ്പം അതുവരെ വായിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്കിപ്പം പാസേജ് അല്ല എസ്സേലൊക്കെ എഴുതാൻ പറ്റിയ 2-3 സെൻറ്റൻസ് ഒക്കെ കിട്ടും. അപ്പോൾ അതുപോലത്തെ ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ. എപ്പോഴും എസ്സേ അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് നല്ല വേർഡ്സ് യൂസ് ചെയ്തിട്ട് എൻഡിങ്ങിൻ്റെ സമയത്ത് നല്ല വേർഡ്സ് യൂസ് ചെയ്യുക. ഇടയ്ക്കൊക്കെ നമുക്ക് ഗ്യാസ് ഒക്കെ കയറ്റി എഴുതാം, വലിയ വിഷയമൊന്നുമില്ല. പിന്നെ +1 പബ്ലിക് എക്സാം സ്റ്റഡി സ്ട്രാറ്റജി ഫോർ ഫുൾ മാർക്സ്, അത് ഞാൻ പറയാം സമയം പോലെ പറയാൻ കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ടെക്സ്റ്റ് വായിക്കുക, പിന്നെ ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയുന്നല്ലേ, ടെക്സ്റ്റ് വായിക്കുക, അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, PYQ ചെയ്യുക, വർക്ക്ഷീറ്റൊക്കെ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ കിട്ടുന്ന HSS ലൈവ് ഗുരു പോലത്തെ ഇഷ്ടം പോലെ സൈറ്റുകളുണ്ട്. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുക. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല, ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോമുകളുണ്ട്. പിന്നെ വേദ 32145 ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഒരു നല്ല കോഴ്സ് സെലക്ട് ചെയ്യണം, +2 നല്ല മാർക്ക് മേടിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ മിസ്റ്റർ ബെൻസീൻ 786 നെയിം പ്ലേസ് സ്കൂൾ, ഞാൻ പറഞ്ഞില്ലേ നെയിം പ്ലേസ് സ്കൂൾ, നെയിം പാർവതി പ്ലേസ്, നമ്മളെ സ്കൂൾ SN ട്രസ്റ്റ് HSS പള്ളിപ്പാട്.
അടുത്തതായിട്ട് അഭിരാമി X1D. ഏതൊക്കെ ടീച്ചേഴ്സിന്റെ ക്ലാസ് ആണ് ഓരോ സബ്ജക്റ്റിനും കാണാറുള്ളത്? അത് ഞാൻ നേരത്തെ 2-3 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. മാത്സിന് ഞാൻ എജ്യൂപോട്ട് അജാസ് സാറും അതുപോലെ വേറൊരു സാറുണ്ട്, ഷാമിൽ എന്നാണ് തോന്നുന്നു സാറിന്റെ പേര്. ആ സാറിന്റെ ക്ലാസ്സാണ് കൂടുതൽ കാണുന്നത്. എജ്യൂപോട്ടാണ് കൂടുതൽ കാണുന്നത്. പിന്നെ സൈലൊക്കെ കാണും. പിന്നെ ഫിസിക്സ് എക്സാമിനറാണ് കാണുന്നത്, ദിൽഷാമിസിൻ്റെയും അലക്സ് സാറിൻ്റെ ക്ലാസ്. പിന്നെ കെമിസ്ട്രി എക്സാമിനർ കാണും, എജ്യൂപോട്ട് കാണും. എജ്യൂപോട്ട് മറ്റേ യാസീൻ എന്നാണ് തോന്നുന്നു സാറിൻ്റെ പേര്. എനിക്ക് ടീച്ചേഴ്സിൻ്റെ പേര് ചിലരുടെ പേര് മാത്രമേ അറിയത്തുള്ളൂ. ആ സാറിൻ്റെ പേര് യാസീൻ എന്നാണ് തോന്നുന്നു. ആ സാറിൻ്റെ ക്ലാസ് കാണും. പിന്നെ ടീച്ചർ ഇവിടുത്തെ ഇപ്പം പുതിയൊരു സാർ വന്നില്ലേ എക്സാമിനറിൽ, ആ സാറിൻ്റെ ക്ലാസ് കാണും. പിന്നെ എക്സാമിനറിൽ ശരണ്യ മിസ്സിൻ്റെ ക്ലാസ്സാണ്, അതെല്ലാം അടിപൊളി ക്ലാസ്. പിന്നെ മാത്സ് ഞാൻ പറഞ്ഞു, കെമിസ്ട്രി പറഞ്ഞു, ഫിസിക്സ് പറഞ്ഞു. ഇംഗ്ലീഷ് സൈലത്തിൻ്റെ ക്ലാസ്സാണ്, മറ്റേ നാച്ച് സാറിൻ്റെ ക്ലാസ്സാണ്. പിന്നെ ലാംഗ്വേജ് ഞാൻ ഹിന്ദി, സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി. അപ്പം ഹിന്ദി മിക്കവാറും കാണുന്നത് എക്സാമിനറിൻ്റെ ക്ലാസ്സാണ്. പിന്നെ ഹിന്ദി ഞാൻ മിക്കവാറും ക്ലാസ് കാണത്തില്ല. ഹിന്ദി അങ്ങ് ടെക്സ്റ്റ് വായിച്ചിട്ട് ഞങ്ങളുടെ ടീച്ചർ നോട്ടൊക്കെ തന്നിട്ടുണ്ട്. ടീച്ചർ എല്ലാ ചാപ്റ്ററിനും നോട്ട് തന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ആയാലും എല്ലാ സബ്ജക്റ്റും ഞങ്ങൾക്ക് നോട്ട് തരാറുണ്ട്. അപ്പം അത് വായിച്ചിട്ട് അങ്ങ് പോത്തേ ഉള്ളൂ കൂടുതലായിട്ട്. പിന്നെ ഏതാ ബയോളജി അല്ലേ, ബയോളജി സുവോളജി എക്സാമിനറാണ് കാണുന്നത്. പിന്നെ ബോട്ടണി ചിലപ്പോൾ എജ്യൂപോട്ടിലെ ഒരു മിസ്സുണ്ട്, ആ മിസ് ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ ക്ലാസ്സിൽ കാണത്തുള്ളൂ. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ദേവപ്രിയ എന്നാണ് തോന്നുന്നു മിസ്സിൻ്റെ പേര്, അല്ലെങ്കിൽ എക്സാമിനർ തന്നെ കാണുന്നത്. പിന്നെ അടുത്തത് പവിത്ര രഞ്ജിത്ത് 1688 എൻട്രൻസ് നോക്കുന്നുണ്ടോ? ആക്ച്വലി ഇപ്പം എൻട്രൻസ് നോക്കാൻ എനിക്ക് ഇതെല്ലാം കൂടെ പറ്റുന്നില്ല. ഈ ബോർഡ് എക്സാം ഇപ്പം എൻട്രൻസ് നോക്കിയാൽ ബോർഡ് എക്സാം വെള്ളത്തിലാവും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻട്രൻസ് നോക്കുന്നില്ല. വേദയിൽ ഇഷ്ടംപോലെ പെൻഡിങ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോക്കുന്നില്ല. പെൻഡിങ് ഇനി കണ്ടു തീർക്കാൻ തന്നെ നല്ലൊരു സമയം വേണം. അപ്പം ബോർഡ് എക്സാമിന് പഠിക്കാനുള്ള ഇത് പോകും. പിന്നെ പാറ്റേൺ മാറിയത് ഒരു രീതി നല്ലതാണ്. നമ്മളിപ്പോൾ ടെക്സ്റ്റ് നോക്കുന്നവരൊക്കെ എൻട്രൻസിന് അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യനോടെ ചെയ്യാം, കുറച്ചല്ല അത്യാവശ്യം ഇഷ്ടംപോലെ ക്വസ്റ്റ്യനോടെ ചെയ്ത് കഴിയുമ്പോൾ എൻട്രൻസിനോട് എഴുതാൻ പറ്റിയൊരു ഇതാവും. അതുകൊണ്ട് ടെക്സ്റ്റ് നോക്കുന്നത് നല്ലതാണ്, പാറ്റേൺ മാറിയത് നല്ലതാണ്. അത് സാബിത നസർ ഹൗ ടു സ്റ്റഡി ഇംഗ്ലീഷ് ഗ്രാമർ. അതിന് മുമ്പേ ഇപ്പോൾ പാറ്റേൺ മാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അന്ന് തൊട്ടേ നല്ല രീതിക്ക് ഈ പാറ്റേൺ മാറ്റത്തോടനുബന്ധിച്ച് ഇങ്ങനെ അങ്ങ് പഠിച്ചു പോയേനെ. പക്ഷേ ഇപ്പം ലാസ്റ്റ് നിമിഷം ഇങ്ങനെ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു പാറ്റേൺ മാറ്റം ഉണ്ടായതുകൊണ്ട് കുറച്ച് ടെൻഷനുണ്ട്. ഓക്കെ, അടുത്തത് അറ്റ് സാബിത നസർ G6K ഹൗ ടു സ്റ്റഡി ഇംഗ്ലീഷ് ഗ്രാമർ. ഇംഗ്ലീഷ് ഗ്രാമർ നമ്മുടെ എക്സാമിന് ശരിക്കും ഗ്രാമർ അങ്ങനെ ചോദിക്കുന്നില്ല. ആക്റ്റീവ് പാസീവ് ചോദിക്കും, പിന്നെ കൂടിപ്പോയ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ചോദിക്കും, എഡിറ്റിംഗ് ചോദിക്കും, ഇഡിയംസ് ചോദിക്കും, അതുപോലത്തെ ചെറിയ പ്രൊപ്പോസിഷൻ ചേർക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. നമുക്കത് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ. അതിപ്പം മനസ്സിലാവണമെങ്കിൽ എക്സാമിനർ എജ്യൂപോട്ട് സൈലം അവരുടെ ഏതെങ്കിലും ലൈവ് കാണാം. അതല്ലെങ്കിൽ അതിനെപ്പറ്റി ഗ്രാമറിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടത്, ആക്റ്റീവ് പാസീവ് ആണെങ്കിൽ ആക്റ്റീവ് പാസീവ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇഷ്ടം പോലെ മലയാളം എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മലയാളത്തിലെ ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതി, അത് എത്ര ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും, എളുപ്പമാണ്. പിന്നെ സുമിയത് നുജും ക്രഷ് ഉണ്ടോ? ഇല്ല. അടുത്തത് സുമിയത് നുജും ബിഗസ്റ്റ് ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഒരു IAS ഓഫീസർ ആണെന്ന് താല്പര്യം. പിന്നെ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, നല്ലൊരു ഡിഗ്രി കോഴ്സൊക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം, ചെയ്യണം. അപ്പോൾ അതാണ് എനിക്ക് താല്പര്യം, ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ചോക്കോപ്പൈ. പിന്നെ വേറെ ഡ്രീമുണ്ട്, ഞാൻ പറയാം പിന്നെ പറയാം. പിന്നെ ചോക്കോപ്പൈ T4X ഫ്യൂച്ചർ പ്ലാൻ ഞാൻ പറഞ്ഞല്ലോ. ഫേസ് റിവീലിംഗ് ഇന്നാണ്. പിന്നെ പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കുന്ന ടൈം ടേബിൾ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, അത് ഞാൻ വീഡിയോ ഇടാം. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ ഫേസ് റിവീലിങ്ങിൻ്റെ കുഴപ്പമുള്ളതുകൊണ്ടാണ് ഇതെപ്പോഴും ഈ ഒരു ബുക്ക് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഭയങ്കര പാട്. നമുക്കിപ്പോൾ പറഞ്ഞ് പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല, പറഞ്ഞിങ്ങനെ അത് മനസ്സിലാക്കിക്കാനൊക്കെ ഭയങ്കര പാടാണ് അതിനകത്തിൽ കൂടെ. ഇപ്പം ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് കറക്റ്റായിട്ടൊരു കോൺവെർസേഷൻ പോലെ പറയാൻ പറ്റും. പിന്നെ അടുത്തത് ബിന്ദിയ 5Z8DY ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ വേണോ? ഞാനിപ്പം ഫേസ് റിവീൽ ചെയ്തല്ലേ ഉള്ളൂ. എനിക്ക് ഫേസ് റിവീൽ ചെയ്യുന്നതിന് എനിക്ക് ഭയങ്കര പാടായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ഇതുണ്ട്. അതുകൊണ്ട് വലിയ നോക്കാം, അത്രേ ഉള്ളൂ. സന 5225 മോഡൽ എക്സാമിൻ്റെ സ്റ്റഡി പ്ലാൻ കുറച്ച് മുന്നേ തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പം പ്രാക്ടിക്കൽ വരുന്നതുകൊണ്ടാണ് ഇതൊരു മെസ്സായിട്ട് കിടക്കുന്നേ. ഞാനിപ്പം മാക്സിമം നേരത്തെ ചെയ്യാം.
എന്നാൽ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകുന്നതാണ് നല്ലത്. ഈ ക്രിസ്മസ് എക്സാമിൻ്റെ സമയം കൊണ്ട് അങ്ങ് ഡെയിലി പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോഡൽ എക്സാം ശരിയാക്കാം. പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് എന്താ ചെയ്യാൻ പോകുന്നത്? പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പം സത്യത്തിൽ ഒരു ഐഡിയ ഇല്ലായിരിക്കാം പ്ലസ് ടു കഴിഞ്ഞ് എന്താ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇത്രയും നാളെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, എൻട്രൻസ് എഴുതണം, അത് എഴുതണം, ഇത് എഴുതണം നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അതിനോട് അടുക്കും തോറും അത് അത്ര സിമ്പിൾ അല്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അത് സജീഷ് എമാർ, ഇനി പഠിച്ച് എങ്ങനെ ചേച്ചിയെ പോലെ നല്ല മാർക്ക് വാങ്ങാം? എടാ പഠിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വേണമെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു എയിം, ഒരു ആഗ്രഹം വേണമെന്നേ ഉള്ളൂ പഠിക്കണമെങ്കിൽ. അത്ര പാടൊന്നുമില്ല. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. ഇപ്പം ചിലർക്ക് ഒരുപാട് ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് പഠിക്കാനൊന്നും താല്പര്യമുള്ളവരാണത്തില്ല. ഇപ്പോൾ കുറച്ചങ്ങോട്ട് പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് അങ്ങ് പോകുന്നവരുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ബ്രേക്ക് എടുത്ത് അങ്ങനെ പഠിക്കും. ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും ഇതൊക്കെ പറയുന്നതാണ്. അടുത്തതായിട്ട് നന്ദന എം ആർ, ചേച്ചി എങ്ങനെയാണ് ഇത്രയും മാർക്ക് വാങ്ങുന്നത്? പിന്നെ പബ്ലിക് എക്സാം സ്റ്റഡി സ്ട്രാറ്റജി. മാർക്ക് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് കോൺസെപ്റ്റ് മനസ്സിലാക്കി അങ്ങ് ചെയ്യുക എന്നുള്ളതേ ഉള്ളല്ലോ. അത് വലിയ പാടൊന്നുമില്ല മാർക്ക് വാങ്ങുന്നതിന്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് കട്ടായിപ്പോയി ഒരു കോൾ വന്നതുകൊണ്ട് തന്നെ. അടുത്തത് സുബിൻ വിൽസൺ 372, പ്ലസ് ടു കഴിഞ്ഞ് ഏത് ഫീൽഡ് പോകാനാണ് താല്പര്യം? പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കാനാണ് ഇഷ്ടം? എനിക്ക് കൂടുതലും ഈ ആക്ച്വലി എനിക്ക് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സ് ഒന്നും ഇഷ്ടമല്ല. കാരണം പ്ലസ് വണ്ണിലെ ബയോളജി എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും. പക്ഷേ പ്ലസ് ടുവിൽ വലിയ കുഴപ്പമില്ല ബയോളജി. അതുകൊണ്ട് എനിക്ക് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ബാക്കി വരുന്നിടത്ത് വെച്ച് ഇത്രയേ ഉള്ളൂ. പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കാനാണ് താല്പര്യം? എനിക്ക് എഞ്ചിനീയറിംഗ് പോലത്തെ കോഴ്സുകളില്ലേ, എഞ്ചിനീയറിംഗ് അല്ല റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് കൂടുതൽ താല്പര്യം. പിന്നെ അടുത്തത് സുമിയത് നുജും, കമ്മിറ്റഡ് ആണോ? അല്ല. പിന്നെ അഡ്വാൻറ്റൻ ആർമി AMT 2578, ഇങ്ങനെ പഠിക്കാൻ പറ്റും? ഇങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മളങ്ങ് പഠിക്കും. നമുക്കിപ്പം പ്ലസ് ടു അല്ലെ പ്ലസ് വൺ നല്ല മാർക്ക് മേടിക്കണമെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കണം എന്ന് നമ്മളെ മനസ്സിൽ തന്നെ തോന്നണം. എനിക്കിപ്പോൾ പ്ലസ് വണ്ണിൽ നല്ല മാർക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു. കാരണം 10ൽ ഫുൾ A+ മേടിച്ചു. അതുപോലെ ഇത്രയും നാൾ ഞാൻ അങ്ങനെ ഉഴപ്പിയിട്ടില്ല. ഒരു 7ാം ക്ലാസ് ആയ സമയത്ത് ഉഴപ്പി, കൂട്ടുകാരെല്ലാം കൂടെ ഇപ്പോൾ ഉഴപ്പിയത്, അല്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉഴപ്പിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇതുണ്ട്, നല്ല മാർക്ക് മേടിക്കണം, അല്ലെങ്കിൽ ഇന്ന ആളെക്കാട്ടി കൂടുതൽ. അതാണ് മെയിൻ, ഒരു കോമ്പറ്റീഷനാണ് മെയിൻ. ഇന്ന ആളെക്കാട്ടി കൂടുതൽ മാർക്ക് മേടിക്കണം, അവർക്ക് കുറയണമെന്നല്ല, പക്ഷെ എനിക്ക് നല്ല മാർക്ക് മേടിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു എയിം അല്ലെ, ആ ഒരു ഫയർ, ആ ഒരു കോമ്പറ്റീഷനൊക്കെ വെച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഹെൽത്തിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മറ്റേ ആളുടെ ആ ഒരു മാർക്ക് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഒന്നിനും പോലും. ഞാൻ മിക്കവാറും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരി ഞാനോടാണ് മിക്കവാറും കോമ്പറ്റീഷൻ. ഇതുവരെ ഒരു 8th തൊട്ട് ഇതുവരെ അങ്ങനെയാണ്. അപ്പം ആ ഒരു ഇതിൽ നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നുള്ളതേ ഉള്ളൂ. അപ്പം മറ്റേക്ക് മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദേഷ്യം പണക്കം അങ്ങനൊന്നും പാടില്ല. അതൊക്കെ നേരത്തെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് വേണം ഇതിന് പോകാൻ. എന്നാലും നമുക്ക് ആ ഒരു ഇന്ന ആളെക്കാട്ടി കൂടുതൽ മാർക്ക് മേടിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്രെഡിറ്റാണ്, അത് നമുക്ക് മനസ്സിൻ്റെ സന്തോഷമാണ്. അപ്പം ആ ഒരു സന്തോഷത്തിന് വേണ്ടി വേണം പഠിക്കാൻ. പിന്നെ അതിൻ്റെ പേര് മറ്റാളെ കളിയാക്കുക അതിനൊന്നിനും പോതില്ല. പക്ഷെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അറ്റ് ആദീസ് ആർട്ട്, ഹോബീസ് ഞാൻ പാട്ട് പാടും, ഡാൻസ് കളിക്കും, അത്യാവശ്യം വരയ്ക്കും, ചെറുതായിട്ട് വരയ്ക്കും, പിന്നെ ബുക്ക് വായിക്കും, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഹോബീസേ ഉള്ളൂ, അല്ലാതെ വലിയ ഒന്നുമില്ല. പിന്നെ അറ്റ് അക്ഷയ്, നെയിം പാർവതി, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അറ്റ് സ്റ്റഡി XO5IU. ഇംപ്രൂവ്മെൻറ്റ് എക്സാം ബയോ എങ്ങനെ പഠിക്കും? ഒട്ടും ഐഡിയ ഇല്ല, ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ബയോളജി കൊടുക്കാത്ത ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ബയോളജിക്ക് വളരെ സമയം കുറവ്, 1-2 ദിവസമല്ലേ ഉള്ളൂ. അപ്പം ആദ്യം തൊട്ട് ഒരു 20-22 ചാപ്റ്റർ അല്ലേ, ടോട്ടൽ 19-20 ചാപ്റ്ററാണെന്ന് തോന്നുന്നു. അത്രയും ചാപ്റ്റർ ഈ 2 ദിവസം കൊണ്ട്, ഈ 1 വർഷം കൊണ്ട് നോക്കിയിട്ട് 1 മാർക്ക് പോയി. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് നോക്കിയിട്ട് എങ്ങനെ ഫുൾ മാർക്ക് മേടിക്കുക? അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ തൊണ്ടയ്ക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബയോളജിക്ക് കൊടുക്കുക. ഞാൻ മാത്സിന് ഒരു 5 ദിവസം ഉണ്ട്, അതൊക്കെ വെച്ച് പഴയ ഓർമ്മയൊക്കെ ഉണ്ട്. ബയോളജി എനിക്ക് കഴിഞ്ഞ വട്ടം തീരെ ഇഷ്ടമല്ലായിരുന്നു, തീരെ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ബയോളജിക്ക് കൊടുക്കാത്തത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കിനി എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റിനോട് നോക്കാൻ സമയമില്ല. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റിന് താല്പര്യം ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിനോട് ഇതിൻ്റെ ഇടയ്ക്ക് പഠിക്കുക, എന്നാൽ ക്ലിയർ ചെയ്യാൻ പറ്റും. അടുത്തത് ശ്രദ്ധ 351, ഫേസ് റിവീൽ. ഈ ശ്രദ്ധ എൻ്റെ ക്ലാസ്സിലുള്ള ശ്രദ്ധയാണ്. പിന്നെ അടുത്തത് അഫ്ലു 144, നെയിം പ്ലേസ് ഞാൻ പറഞ്ഞില്ലേ, പാർവതി മഞ്ഞാളുങ്ങര. അടുത്തത് അറ്റ് സഹൽ 5556, വെക്കേഷൻ സ്റ്റഡി പ്ലാൻ ചെയ്യുന്നു. ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, വീഡിയോയിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ദിവസം ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് അർച്ചന KS 7677, എൻട്രൻസിന് ട്രൈ ചെയ്യുന്നുണ്ടോ? എൻട്രൻസിന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബാച്ചിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ട്രൈ ചെയ്യുന്നില്ല. ആക്ച്വലി ഇതെല്ലാം കൂടെ എനിക്ക് സമയമില്ല.
പിന്നെ അടുത്തത് വന്ദന ബിനീഷ് 2776. ഓർഗാനിക് കെമിസ്ട്രി എങ്ങനെയാണ് പഠിക്കുന്നത്? ഓർഗാനിക് കെമിസ്ട്രി എഴുതി പഠിക്കണം. ഫിസിക്സും അതുപോലെ ഫിസിക്സിന്റെ ഡെറിവേഷനും അതുപോലെ ഓർഗാനിക് കെമിസ്ട്രിയും എഴുതി പഠിച്ചാലേ ആ റിയാക്ഷൻ മനസ്സിലാക്കുള്ളൂ. പക്ഷെ ഓർഗാനിക് കെമിസ്ട്രിയാണ് ഏറ്റവും ഈസി എന്ന് തോന്നുന്നു. അത് ആ റിയാക്ഷൻ മാത്രം പഠിച്ചു വെച്ചാൽ പോരെ, നമുക്ക് ആ റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ഏറ്റവും എളുപ്പം. പിന്നെ അത് നെയിമിംഗ് ആണ് അതിനകത്ത് ഇച്ചിരി പണി. നെയിമിങ്ങിൽ ആ ഒരു പ്രിഫറൻസ് ഓർഡർ ഒക്കെ വെച്ച് നെയിം കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട്. അതേ ഉള്ളൂ, അത് മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ. അറ്റ് സജീഷ് MR 7358. ഇനി പബ്ലിക് എക്സാം സ്റ്റഡി സ്ട്രാറ്റജി എന്താണ്? എക്സാമിന് ബാച്ച് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? പബ്ലിക് എക്സാം സ്റ്റഡി സ്ട്രാറ്റജിയെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. എക്സാമിന് ബാച്ച് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ എക്സാമിനർ കണ്ടിട്ട് കുറേ നാളായി. അപ്പം ഈ ക്രിസ്മസ് വെക്കേഷൻ ഇപ്പം കണ്ട് പതുക്കെ തുടങ്ങിയേ ഉള്ളൂ. അതിപ്പം ക്ലിയർ ചെയ്യണം. പിന്നെ ഈ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്ത് അവർ ക്ലാസ് നിർത്തി വെച്ചായിരുന്നു. അപ്പോൾ ഇനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒപ്പം പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇനി ക്ലാസ്സുകളൊന്നും നമുക്ക് സ്കൂളിൽ അങ്ങനെ ഒരുപാട് ഇല്ലല്ലോ, അതുകൊണ്ട് സമയം കിട്ടും. അടുത്തത് അമ്പു വന്നു. ബെസ്റ്റ് ഡിസ്ട്രാക്ഷൻ ഫ്രീ സ്റ്റഡി റൊട്ടീൻ ഒന്ന് പറയാമോ? ബെസ്റ്റ് ഡിസ്ട്രാക്ഷൻ ഫ്രീ സ്റ്റഡി റൊട്ടീൻ എന്ന് പറയുമ്പോൾ ഫോണാണ് ഞാൻ മനസ്സിലാക്കി വെച്ച ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ. കാരണം ഫോണിൽ ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് കാണും. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളവരാണെങ്കിൽ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. കാരണം അത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ഞാൻ എല്ലാ നോട്ടിഫിക്കേഷനും ഓഫ് ചെയ്തിട്ടേക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഈ പഠിക്കാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഞാൻ നോട്ടിഫിക്കേഷൻ എല്ലാം ഓഫ് ചെയ്തിട്ടേക്കുന്നത്. അപ്പം അതാണ് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ. അപ്പോൾ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആവണമെങ്കിൽ ഏറ്റവും നല്ലത് ഫോൺ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ വല്ല അലമാരിയിൽ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ പേരൻസിൻ്റെ കൈ കൊടുക്കുക. പേരൻസിൻ്റെ കൈ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ഐഡിയ. കാരണം അത് തിരിച്ചു കിട്ടത്തില്ല, നമുക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇടയ്ക്ക് പോയി നമ്മൾ ചോദിക്കാനും പോകത്തില്ല. അതുകൊണ്ട് ആദ്യം ഒരു 5 മിനിറ്റൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നും. നമ്മുടെ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാധനം പെട്ടെന്ന് ഒരു സമയത്ത് പോകാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പം അത് പിന്നെ ശീലമായിക്കോളും. എന്നും ഇതേ ഒരു സമയത്ത് ഇതേ ഒരു റൊട്ടീൻ പോലെ ആകുമ്പോൾ നമുക്കതങ്ങ് ശീലമാവും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഏറ്റവും നല്ലത്, ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ. പിന്നെ സൗണ്ട് കുറവുള്ള സ്ഥലത്തിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ നമുക്ക് ഈ നോയ്സൻസ് അല്ലെങ്കിൽ നോയ്സ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സൗണ്ടുകൾ ഡിസ്റ്റർബൻസ് ഉള്ള സ്ഥലത്തു നിന്ന് മാറി കുറച്ച് കാമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് പഠിക്കുക. ബെഡിൽ ഇരുന്ന് പഠിക്കാത്ത ഏറ്റവും നല്ലത്. ബെഡിൽ ഇരുന്ന് നമുക്ക് പെട്ടെന്ന് ഉറക്കം പറ്റും. ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്. ബെഡിൽ അങ്ങോട്ട് കയറി ഇരിക്കുന്നേ ഓർമ്മയുള്ളൂ, പിന്നെ ഇങ്ങനെ ഉറങ്ങുന്നതെന്ന് അറിയത്തില്ല. പിന്നെ അടുത്തത് അറ്റ് ലയ ടോണി. ക്രിസ്മസ് എക്സാം ഇത്രയും കഴിഞ്ഞപ്പോൾ ഇനി പബ്ലിക്കിനെ എങ്ങനെ പഠിക്കണമെന്ന് തോന്നിയത് +2. അപ്പം ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ കണ്ടപ്പം എനിക്ക് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കൂടുതൽ തോന്നി. അതുകൊണ്ട് ടെക്സ്റ്റ് കൂടുതൽ വായിക്കും, കോൺസെപ്റ്റ് മനസ്സിലാക്കും. കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ടെക്സ്റ്റ് വായിക്കും, അങ്ങനെ. പിന്നെ PYQ ചെയ്യും, ടെക്സ്റ്റിൽ എക്സസൈസസ് ചെയ്യും, അതൊക്കെ തന്നെ വിചാരിക്കുന്നത്. പിന്നെ സൗപർണിക P ഫേസ് റിവീലല്ലേ ഇപ്പം ചെയ്തു. പിന്നെ നിങ്ങളിത് കണ്ടോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഇത് കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. കഴിഞ്ഞ വട്ടം എന്തോ ചെയ്തിപ്പോൾ തറവീണ് പൊട്ടി ഒട്ട് ക്യാമറ ഒക്കെ തെറിച്ചു പോയി. ഇത് നല്ല വരും. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ആ ഫോണിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് കണ്ടൊന്നും വിചാരിക്കരുത്. പിന്നെ നീരജ് ദാസ് K ഹൗ ടു സ്റ്റഡി NCERT നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാകാത്തൊരു ബുക്കാണ് NCERT. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മളിപ്പോൾ പഠിച്ചൊരു സാധനം ടെക്സ്റ്റ് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി ടെക്സ്റ്റ് വായിച്ച് നോക്കുക. ഈ പറഞ്ഞു കൂട്ടി ചില വാക്കുകൾ കട്ടിയായിരിക്കും, ഒന്നും മനസ്സിലാകത്തില്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് ഒക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ പഠിക്കുന്നത് ഏറ്റവും നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ ഹൗ ടു റിവൈസ് ഫിസിക്സ്. അതിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഹൗ ടു റിവൈസ് ഫിസിക്സ്, ഡെറിവേഷൻസ് വേഗം മറന്നു പോകുന്നു. ഫിസിക്സ് റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം NCERT മനസ്സിലാക്കി കോൺസെപ്റ്റ് മനസ്സിലാക്കി വായിക്കുക. റിവൈസ് ചെയ്യാൻ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനൊക്കെ ഒരു പേപ്പറിൽ തന്നെ എല്ലാം കൂടെ കൊള്ളിച്ച് എഴുതുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വായിച്ചിട്ടൊക്കെ പോകാൻ പറ്റും. പിന്നെ ഡെറിവേഷൻസ് വേഗം മറന്നു പോകുന്നു. ഡെറിവേഷൻസ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടെ പഠിക്കാൻ പറ്റത്തില്ല. കാരണം 50-60 ഡെറിവേഷൻ ഉണ്ട് ടോട്ടൽ +1 തന്നെ, അതുപോലെ +2 ഉണ്ട് ഇഷ്ടംപോലെ. അപ്പം ഇത്രയും ഡെറിവേഷൻസ് അത്യാവശ്യം വലുതുകൊണ്ട് ചെറുതുകൊണ്ട്. അപ്പോൾ ഇത്രയും ഡെറിവേഷൻസ് നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഓർമ്മ നിൽക്കാത്ത കുഴപ്പമില്ല, നമ്മുടെ കുഴപ്പമില്ലത്, അത് ഓർമ്മ നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എഴുതി ഒരു വട്ടമൊന്നും എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡെറിവേഷനൊന്നും പെട്ടെന്ന് മനസ്സിലാകത്തില്ല. നമ്മളിപ്പോൾ നോക്കി പഠിക്കുന്നതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് വെച്ച് മറന്നു പോകുന്നത്. നോക്കി പഠിച്ചിട്ട് ഒരു വട്ടം കൊണ്ട് എഴുതി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോകും. അതുകൊണ്ട് എഴുതി പഠിക്കണം. ഹൗ ടു സ്റ്റഡി ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ട് ഓർഗാനിക് കെമിസ്ട്രി എഴുതി തന്നെ പഠിക്കണം. ഓർഗാനിക് കെമിസ്ട്രി അത്ര പാടൊന്നുമില്ല, നമ്മൾ വിചാരിക്കുന്ന തൊട്ടില്ല. ഓർഗാനിക് കെമിസ്ട്രി നിങ്ങളൊന്ന് ആലോചിച്ച്, മറ്റേ തിയറി ഉള്ള കെമിസ്ട്രി അല്ല, നോർമൽ ആയിട്ടുള്ള ഓർഗാനിക് അല്ലാത്ത കെമിസ്ട്രിയിൽ നമ്മൾ
ഇപ്പം ഒരു തിയറി ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് ആ ഒരു റിയാക്ഷൻ ഇങ്ങോട്ട് തന്നിട്ട് അതിന്റെ പ്രോഡക്റ്റ് എഴുതാനേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അതല്ലേ എളുപ്പം. പക്ഷേ നെയിമിംഗ് ആണ് കുറച്ച് പാട്. നെയിമിംഗ് അത് തിയറി മനസ്സിലാക്കണം. അത് പെർവീൻ 678 മോർണിംഗ് എപ്പോഴാണ് പഠിക്കാൻ എണീക്കാറ്? ഞാൻ മോർണിംഗ് പഠിക്കാൻ മാക്സിമം എണീക്കത്തില്ല. എക്സാമിൻ്റെ സമയമാണെങ്കിൽ മാത്രമേ ഞാൻ മോർണിംഗ് എണീക്കത്തുള്ളൂ. അതും ഒരു 4 മണി അതിന് മുമ്പേ, ചിലപ്പം 3:30-4 മണി ആ ഒരു സമയമാകുമ്പോൾ എണീക്കും. പക്ഷെ ഉറക്കം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ എത്ര നേരം വേണേൽ രാത്രി ഇരിക്കും, 2 മണി 3 മണി എത്ര വരെ ഇരിക്കും. പക്ഷെ രാവിലെ ഞാൻ എണീക്കത്തില്ല. ഞാൻ മിക്കവാറും സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിയാകുമ്പോഴാണ്. 9 മണിക്ക് അകത്ത് കയറിയിരിക്കണം മിനിമം. അല്ലെങ്കിൽ നേരത്തെ കയറണം, പക്ഷെ 9 മണിക്കുള്ളിൽ തന്നെ അകത്ത് കയറിയിരിക്കണം സ്കൂളിൽ. അപ്പം ഞാൻ എണീക്കുന്ന 7:30 ആകുമ്പോഴായിരിക്കും. അതുകൊണ്ട് രാത്രി എത്ര നേരം വേണേ ഇരിക്കും, കുഴപ്പമില്ല. അടുത്തത് മുജീബ് മുർഷിദ്, ചേച്ചിയുടെ നെയിം പ്ലേസ് സ്കൂൾ ചേച്ചിക്ക് സുഖമാണോ? അംബിഷൻ പറയൂ. ഞാൻ ഇതെല്ലാം പറഞ്ഞു. ഇതെല്ലാം എൻ്റെ ക്ലാസ്സിലെ അഖില തമീമ, എൻ്റെ ക്ലാസ്സിലെ അഖിലയായിരുന്നു. എന്നിട്ട് എന്നെ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നു. പിന്നെ നജിയ, യുവർ പബ്ലിക് എക്സാം സ്റ്റഡി പ്ലാൻ, അത് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തത് നസീനാസ്, how to study physics and chemistry NCERT and exercises accordingly for new pattern because most of the exercises solving videos are in Hindi. അത് ശരിയാണ്. നമുക്കിപ്പം മലയാളത്തിലുള്ള എക്സസൈസ് സോൾവിങ് ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ ഉള്ള വീഡിയോസ് വളരെ കുറവാണ്. ഹിന്ദിയിലാണ് കൂടുതൽ. ഫിസിക്സ് വാലൊക്കെ ഇല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചാനൽസ് ഉണ്ട് ഹിന്ദിയിൽ. അപ്പം എനിക്ക് എൻ്റെ അതിൻ്റെ ഓർമ്മ എനിക്ക് വരുന്നില്ല. ഒരു ഗൂഗിളിനകത്ത് നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് അടിച്ചു കൊടുത്തു കഴിയുമ്പം ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ അവർ വീഡിയോ ആയിട്ട് മലയാളത്തിൽ തന്നെ വീഡിയോ ആയിട്ട് അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അതുപോലത്തെ നിങ്ങൾ ഗൂഗിളിൽ ഇങ്ങനെ ഏത് ക്വസ്റ്റൻ ആണോ വേണ്ടത് ആ ക്വസ്റ്റൻ ഇങ്ങനെ കൊടുത്ത് മലയാളം അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ സൊല്യൂഷൻസ് അടിച്ചു കൊടുത്താലും മതി. മലയാളത്തിലൊക്കെ അത് വീഡിയോ ആയിട്ട് തന്നെ ഗൂഗിളിൽ കിട്ടാറുണ്ട് സൊല്യൂഷൻ. അപ്പം അങ്ങനെ ട്രൈ നോക്കുക അറിയാത്തത്. പിന്നെ ഹൗ ആർ യു ഗോണ പ്രിപ്പയർ ഫോർ മാത്സ് ഇംപ്രൂവ്മെന്റ് സ്ട്രാറ്റജീസ് സിൻസ് ഇറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു ബി എ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. മാത്സ് ഇംപ്രൂവ്മെന്റ്, അത് ശരിയാ. ഇംപ്രൂവ്മെന്റ് ഞാൻ ഇപ്പം ആക്ച്വലി ഇംപ്രൂവ്മെന്റ് നോക്കുന്നില്ല. ഇംപ്രൂവ്മെന്റ് ഞാൻ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം എനിക്ക് +2 ആണ് കുറച്ചുകൂടെ മുഖ്യം. +1 എനിക്ക് മാത്സിന് ഒറ്റ മാർക്കല്ലേ പോയിട്ടുള്ളൂ. പക്ഷേ +2 മാത്സ് ആണ് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. +1 മാത്സ് ഒരു 5 ദിവസം ലീവില്ല, നമുക്ക് 5 തോന്നുന്നു. അപ്പം കഴിയുന്ന ദിവസം തൊട്ട് നമ്മുടെ +2 എക്സാം കഴിയുന്ന ദിവസം തൊട്ട് +1 മാത്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് അന്ന് വരെയുള്ള പ്രിപ്പറേഷൻ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് ഞാൻ മിക്കവാറും ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് അതുപോലെ PYQs നോക്കുന്നുള്ളതായിരിക്കും. പിന്നെ in your perspective, can we fully contribute our 100% of efforts to academics while being active in social media like Insta? അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലസ് സ്റ്റഡീസ് മാനേജ് ചെയ്ത് ഈക്വലായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അത് സ്ക്രീൻ ടൈമിനെ ബേസ് ചെയ്തിരിക്കും. നിങ്ങൾ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ സ്ക്രീൻ ടൈം കുറച്ച് കൊണ്ടുവന്നാലേ അത് കറക്റ്റായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഒറ്റയടിക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അത് കോൺസെൻട്രേഷൻ അഫക്റ്റ് ചെയ്യും. ഇപ്പം ഇൻസ്റ്റയിൽ നിങ്ങൾ 3 മണിക്കൂറാണ് ചിലവഴിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം അത് 2.5 ചുരുക്കുക. അങ്ങനെ കുറച്ച് അരമണിക്കൂറിൽ കൂടുതൽ ആക്ച്വലി സ്കൂളുള്ള ദിവസം ഇൻസ്റ്റ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. പക്ഷെ നമ്മളെല്ലാവരും യൂസ് ചെയ്യും, അത് ഓർക്കണം. പിന്നെ ബിന്ധ്യ ചോദിച്ചേക്കുന്നത് പബ്ലിക് എക്സാം സ്റ്റഡി സ്ട്രാറ്റജി ഹൗ ടു യൂസ് NCERT വായിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പബ്ലിക് എക്സാം സ്റ്റഡി സ്ട്രാറ്റജി ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാം. പിന്നെ അടുത്തത് ഹാപ്പി ക്ലോവർ. അത് ചിലരുണ്ട്, എനിക്കിപ്പം സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, അവരുടെയൊക്കെ പേര് ഞാൻ പറയാം. അതിലൊരാളാണ് ഹാപ്പി ക്ലോവർ. യുവർ അംബിഷൻ ഞാൻ പറഞ്ഞു. ഫ്യൂച്ചർ പ്ലാൻസ് അബൌട്ട് സിബ്ലിങ്സ്, ഒരു സിബ്ലിംഗ് ഉണ്ട്, ഒരു അനിയത്തിയുണ്ട്. +1 മാർക്ക് എനിക്ക് 580 നോൺ 520, 2 മാർക്കേ ഉള്ളൂ. ഒന്ന് മാത്സിന്, ഒന്ന് ബയോളജി. അതാണ് എനിക്ക് ടോട്ടൽ പോയ മാർക്ക്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സമയം എത്ര എടുത്തെന്ന് എനിക്കറിയത്തില്ല. ഈ വീഡിയോ ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് മാക്സിമം അപ്ലോഡ് ചെയ്യത്തേ ഉള്ളൂ. കാരണം ഇത് പാർട്ടായിട്ട് ചെയ്യണ്ടല്ലോ. അതിന് പകരം എനിക്ക് സ്റ്റഡി വീഡിയോസ് ഒക്കെ ചെയ്യണം. അതുകൊണ്ട് പിന്നെ അപ്പം നമ്മുടെ ചാനൽ ഇപ്പോൾ അറൗണ്ട് ഒരു 4.6K സബ്സ്ക്രൈബേഴ്സ് ആയി. ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനങ്ങനെ എൻ്റെ ക്ലാസ്സിലോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ആരടുത്തും പറയാതെ തുടങ്ങിയൊരു ചാനൽ. അപ്പം ഒരു 1K 2K കഴിഞ്ഞ സമയത്താണ് ഇങ്ങനെ ആൾക്കാർ അറിയാൻ തുടങ്ങുന്നത് ഇങ്ങനെ ചാനലുള്ളത്, ഞങ്ങളുടെ സ്കൂളിൽ തന്നെ. അപ്പോൾ ഇത്രയും പേര്, എന്നെ അറിയാത്ത ഇത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എല്ലാവരുടെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെ ഒരു ബിഗ് താങ്ക്സ്. ആൻഡ് ഇനിയും മുന്നോട്ട് നിങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.